ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് ചെയ്യുന്നത്. അത് നമ്മളിന്ന് ക്യാരറ്റ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗം അതിൻ്റെ തോരെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, നരച്ചെടുത്തിട്ടുണ്ട്. ആ അരച്ചെടുത്ത പേസ്റ്റ്, ആ ഒരു ജ്യൂസിനെയാണ് ഞാൻ ഈ ഒരു ബൗളിലോട്ട് മാറ്റുന്നത്. അപ്പോൾ എത്രയാണോ ഞാൻ ക്യാരറ്റ് ജ്യൂസ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അതേ മെഷർമെൻറ്റ് തന്നെയാണ് ഞാൻ ശർക്കര പാനി ഉരുക്കിയതും എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലോട്ട് ഗോതമ്പ് മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് മാവിന് പകരമായിട്ട് അരിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേക്ക് ഹാർഡായിട്ട് കുഴക്കൽ, ഇതുപോലെ നല്ല ലൂസായിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ക്യാരറ്റ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ക്യാരറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കര അതും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ തേങ്ങയും, ഇത് മൂന്നോണം എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ക്യാരറ്റിൻ്റെ ഒരു ജ്യൂസ് കൊണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതുപോലെ നമ്മൾ തയ്യാറാക്കിയ മാവിനെ ഒരു വാഴയിലയിലോട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് നമുക്ക് 4 ഭാഗവും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അടിപൊളി രുചിയാണ്. നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ആ ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റും നമ്മൾ ബാക്കി ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു രുചി എല്ലാം കൂടെ കൊണ്ടിട്ട് അടിപൊളി രുചിയാണ്. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. നമുക്ക് മാത്രമല്ല, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണിത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വാഴയിലയിൽ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം. വാഴയില വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കല്ലാതെ ചെയ്യാം. പക്ഷെ വാഴയിലയിൽ വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു മണവും ഒരു ഇതും കൂടെയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കൂടുതൽ സ്വാദായിരിക്കും. അപ്പം ഞാൻ തയ്യാറാക്കിയിട്ട് എല്ലാം ഞാനൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാമേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫില്ലിങ് ഇതിന് വെക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം ഞാൻ അതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല മണമായിരുന്നു, മണവും അതുപോലെ തന്നെ നല്ല സ്വാദും ആയിരുന്നു കഴിച്ചപ്പോഴത്തേക്കും. കണ്ടല്ലോ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വളരെ സോഫ്റ്റാണ് സംഭവം. നമുക്ക് തോന്നുന്നു ഹാർഡാണെന്ന്, പക്ഷേ അല്ല, വളരെ സോഫ്റ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മാവ് കുഴയ്ക്കുമ്പം തന്നെ ഹാർഡായിട്ട് കുഴക്കല്ലേ എന്ന് പറയണത്. ഇതാ കണ്ടല്ലോ, ഉള്ളിൽ നല്ല ഫില്ലിംഗ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.